കോഴിക്കോട് പേരാമ്പ്ര ചങ്ങരോത്ത് പഞ്ചായത്ത് ഓഫീസിൽ ചാണകവെള്ളം തളിച്ച് ശുചീകരണം നടത്തിയ UDF-നെതിരെ പ്രതിഷേധമുയർന്നിരിക്കുകയാണ്. അതിന് മേൽ വിശദീകരണങ്ങളൊക്കെയായി ലീഗും മറ്റുള്ളവരുമൊക്കെ എത്തുന്ന സാഹചര്യം കൂടിയാണ്. കൂടുതൽ വിശദമായിട്ട് അറിയാം. ബെൻസൺ ഉണ്ട് അവിടെ നിന്ന്. ബെൻസൺ, കാര്യങ്ങൾ വലിയ രീതിയിൽ അവിടെ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് മാറുന്നു. പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആഹ്ലാദ പ്രകടനം എന്നോണം നടത്തിയ കാര്യമെന്ന് വിശദീകരിക്കുമ്പോൾ പോലും അതൊരു വലിയ ധ്രുവീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ചങ്ങരോത്ത് ഇപ്പോഴത്തെ കാര്യങ്ങൾ? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോഴിക്കോട് പേരാമ്പ്രയിലെ ചങ്ങരോത്ത് പഞ്ചായത്ത് ഓഫീസ് UDF പ്രവർത്തകർ, അതിലും പ്രധാനമായി ലീഗ് പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഇത്തരത്തിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിച്ച സംഭവം അത് വലിയ വിവാദമാവുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ അതിനു മുകളിൽ ഉണ്ടാവുകയാണ്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് DYFIയുടെ നേതൃത്വത്തിൽ അവിടേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം നടന്നു. അത് പോലീസ് തടയുകയും ചെറിയ രീതിയിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിലും അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിനിടെ ഇത് ജാതീയ അധിക്ഷേപമല്ല, പ്രതീകാത്മകമായി പച്ചവെള്ളം തളിച്ച് അഴിമതി മുക്തമാക്കിയതാണ് എന്നതാണ് ലീഗിന്റെ വിശദീകരണം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പല രീതിയിലുള്ള വിശദീകരണങ്ങൾ ഇക്കാര്യത്തിൽ ലീഗിന്റെ ഭാഗത്തു നിന്നും UDF നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നു. അതായത് അഴിമതി മുക്തമാക്കിയതായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്ത് അഴിമതിയിൽ കുളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പഞ്ചായത്ത് ഭരണസമിതി ഇറങ്ങിപ്പോയപ്പോൾ ആ പഞ്ചായത്തിനെ അഴിമതി മുക്തമാക്കുന്നതിന് വേണ്ടി പച്ചവെള്ളം തളിച്ചതാണ് എന്നതാണ് ലീഗിന്റെ വാദം. പക്ഷേ അത് വലിയ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള ജാതീയ ധ്രുവീകരണത്തിനും അവിടെ ഇപ്പോൾ കാരണമായിട്ടുണ്ട്. വലിയ ചർച്ചയായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹം പോലീസിൽ പരാതി നൽകും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും ഇതിൽ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് LDF-ഉം അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും അറിയിക്കുന്നത്.